ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ നാളത്തെ റേഷൻ വിതരണം എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. നാളെ നവംബർ 19 വ്യാഴാഴ്ച ദിവസം നമ്മളെ നവംബർ മാസത്തെ എല്ലാ റേഷൻ വിഹിതങ്ങളുടെയും വിതരണം സജീവമായിട്ട് പുരോഗമിക്കും. കാരണം എല്ലാ റേഷൻ ഭക്ഷ്യ സാധനങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞ കാർഡുകാർക്കുള്ള പഞ്ചസാര എത്താത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് എത്തിയിട്ടുണ്ട്. നിലവിലുള്ള ലഭ്യമാവുന്ന എല്ലാ സാധനങ്ങളും നിലവിലെ എല്ലാ റേഷൻ കാർഡുകാർക്കും പോയിട്ട് വാങ്ങാവുന്നതാണ് നവംബർ മാസത്തെ റേഷൻ വിഹിതം. അതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര വിഹിതമായിട്ടുള്ള പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരിയുടെ അവസാന ഗഡുവും ഈ മാസമാണ് ലഭിക്കുന്നത്. അതിന്റെ വിഹിതങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. അരി, ഗോതമ്പ്, അതുപോലെ തന്നെ കടല, പയർ, ഇവ ഏതെങ്കിലും ഒന്ന് അത് റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങാത്തവർക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. മറ്റൊന്ന് കാര്യം പറഞ്ഞാൽ കിറ്റിന്റെ കാര്യമാണ്. കിറ്റ് നിലവിൽ ഒക്ടോബർ മാസത്തെ കിറ്റാണ് ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ള കാർഡുകാർക്കുള്ള കിറ്റ് വിതരണവും സജീവമായിട്ട് പുരോഗമിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ഇന്നലെ വരെ കിറ്റ് എത്താത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ വെള്ള കാർഡുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം റേഷൻ കടയിൽ പോവുക. കിറ്റ് എത്തി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പോവുക. കാരണം കിറ്റ് എത്താത്ത പ്രശ്നങ്ങൾ പല കമന്റുകളിലും കാണാൻ ഇടയായി. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ്. കാരണം കഴിഞ്ഞ 13 ശേഷം എല്ലാ റേഷൻ കാർഡുകാർക്കും, എല്ലാ റേഷൻ കാർഡിന്റെ നമ്പറിൽ അവസാനിക്കുന്നവർക്കും കിറ്റ് സിസ്റ്റത്തിൽ, അതായത് ഈ പോസ്റ്റ് മെഷീൻ ഈ ഒരു സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കിറ്റിന്റെ നമ്പറുകൾ. അപ്പോൾ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും നമ്പറൊന്നും നോക്കാതെ ഇപ്പോൾ കിറ്റ് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ കിറ്റ് കൈപ്പറ്റാനുള്ള ഒരു അവസരമുണ്ട്. ഇനി നവംബർ മാസത്തെ കിറ്റിന്റെ വിതരണമാണ്. അത് എന്ന് തുടങ്ങും എന്ന് നമുക്ക് ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നവംബർ 23 ശേഷം ലഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം അത് ലഭിക്കുകയാണെങ്കിൽ ആദ്യം മഞ്ഞ കാർഡുകാർക്കായിരിക്കും, പിന്നെ പിങ്ക് കളർ കാർഡുകാർക്കായിരിക്കും, പിന്നെ നീല വെള്ള കാർഡുകാർക്ക് അവർക്ക് അത് ഡിസംബർ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഡിസംബർ മാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മൾ 2 കിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലൊരു വ്യക്തത കുറവുണ്ട്. കാരണം അത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളത് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നമ്മുടെ സിവിൽ സപ്ലൈസ് ഓഫീസർമാർക്കൊന്നും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിറ്റിൽ നിന്ന് ഒരു കിറ്റ്, നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസാന കിറ്റായ ഡിസംബർ മാസത്തെ കിറ്റിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അത് ഒരു ക്രിസ്മസ് കിറ്റായിട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് 1/2 കിലോ പഞ്ചസാര ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടല, പയർ 250 ഗ്രാം വീതം ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആട്ടയും ഒഴിവാക്കുന്നുണ്ട്, ഉപ്പും ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു 5 സാധനങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അതിലേക്ക് ചായപ്പൊടിയും ഉഴുന്നും അതുപോലെ തന്നെ സൂചി ഗോതമ്പും 2 മാസ്കും ആഡ് ചെയ്തിട്ട് ഇതൊരു പുതിയ കിറ്റായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതിന് വലിയ മാറ്റമൊന്നും ഇല്ല. അതായത് നമുക്ക് ഗുണത്തിൽ അത് നമുക്ക് വലിയൊരു ഗുണമായിട്ട് മാറുകയില്ല. കാരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതേ മൂല്യത്തിൽ തന്നെയാണ് മറ്റേ കിറ്റും അങ്ങനെയാണെങ്കിൽ ലഭിക്കുക. നേരെ മറിച്ച് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിറ്റിന് പുറമെയാണ് ക്രിസ്മസ് കിറ്റ് ഈ ഒരു കിറ്റ് ലഭിക്കുന്നത് എങ്കിൽ നമുക്കത് വലിയൊരു ഗുണമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തതകൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് 4 മാസം എന്തായാലും തുടർച്ചയായിട്ട് കിറ്റ് ഉണ്ട്. ക്രിസ്മസിനൊരു സ്പെഷ്യൽ കിറ്റും ഉണ്ട്. അത് 4ാമത്തെ കിറ്റ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ലഭിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഭക്ഷ്യമന്ത്രി അതിൽ ലഭിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് 2 മാസ്കും കൂടി അധികം വെച്ചിട്ട് നമുക്ക് ആ കിറ്റ് തരുന്നു. അതിൽ ഫലത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളത്തെ റേഷൻ വിഹിതം, നവംബർ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ട് പുരോഗമിക്കുന്നു. ഒക്ടോബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും സജീവമായിട്ട് പുരോഗമിക്കുന്നു. വെള്ളക്കാർഡുകാരാണെങ്കിൽ നിങ്ങൾ കിറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം റേഷൻ കടയിൽ പോയിട്ട് കിറ്റ് വാങ്ങുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.